16ാം കേരള നിയമസഭയെ ആര് നയിക്കുമെന്ന് തീരുമാനിക്കാൻ 2.71 കോടി വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലെത്തും. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളുമായി 4 ആഴ്ച നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിനൊടുവിൽ നിശബ്ദ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. സംസ്ഥാനം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ, പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിശബ്ദ പ്രചാരണ വേളയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വോട്ട് ചോദിക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നതിനോ അടക്കം വിലക്കുണ്ട്. മാധ്യമങ്ങൾക്കും കർശനമായ നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ സാധിക്കുകയില്ല. അതേസമയം ഇത്തവണ ആവേശകരമായ ഒരു കൊട്ടിക്കലാശത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് 3 മുന്നണികളും ഇത്തവണ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആവേശം വാനോളം ഉയർന്നപ്പോൾ കേരളത്തിലെ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ തോതിലുള്ള ഈ ആവേശം ഇവിടെ കാണുകയുണ്ടായി. ഇത്തവണ 3 മുന്നണികളും വാശിയേറിയ മത്സരത്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. 3 മുന്നണികളും ഇതെല്ലാം തന്നെ ഈ കൊട്ടിക്കലാശ വേളയിൽ ഇവിടെ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മുന്നേറ്റങ്ങളും ഒക്കെ തന്നെ എല്ലാ തരത്തിലും തങ്ങൾക്ക് അനുകൂലമാവുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം ഉള്ളത്. തങ്ങൾക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം വികസന തുടർച്ച മുൻനിർത്തിയാണ് ഇത്തവണ ജനങ്ങൾക്കിടയിൽ നിന്ന് വോട്ട് തേടിയിരിക്കുന്നത്. മറുഭാഗത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഭരണത്തിന്, പിണറായി സർക്കാരിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന മാറ്റം, ഇനിയെങ്കിലും മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങളെ സമീപിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ സാന്നിധ്യമാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാവുക എന്ന് പറയാം. പരസ്യ പ്രചാരണത്തിന് ശേഷം കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ 2018 പ്രളയം മുതൽ വികസനവും ശബരിമല വിഷയവും വരെ ചർച്ചയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഇത്തവണ തയ്യാറെടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സ്ഥാനാർത്ഥികൾ പറയുമ്പോഴും ഏത് തരത്തിലാണ് ഈ വിഷയമൊക്കെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടത്? എങ്ങനെയാണ് ഇനി 9ാം തീയതി ഈ ഫലം പുറത്തു വരുമ്പോൾ ആരാണ് സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത്? മൂന്നാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിലെത്തുമോ, അതോ മാറ്റം വേണമെന്ന മുദ്രാവാക്യവുമായി BJP രംഗത്തെത്തുമ്പോൾ, NDA മുന്നോട്ടെത്തുമ്പോൾ NDAക്ക് എത്ര സീറ്റുകളാണ് ഇവിടെ നേടാനാവുക? അതോ ഇത്തവണ UDF അധികാരത്തിലെത്തുമോ? കാത്തിരുന്ന് കാണേണ്ടതാണ് എങ്ങനെയാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത് എന്ന. പ്രവചനാതീതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്നത് എന്തായാലും ഉറപ്പാണ്. ക്യാമറമാൻ ആശിഷിനൊപ്പം പ്രമീള ഗോവിന്ദ്, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.